ഇന്ന് ഞാൻ അടിപൊളിയൊരു സാധനം ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ഈ സാധനം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോഴും ഞാൻ കഴിക്കുന്ന കാണുമ്പോഴും നിങ്ങളുടെ വായിൽ വെള്ളം വന്നാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. നമ്മളിത് മലയാളികൾ 100% തന്നെ പറയാം, എല്ലാവരും ഒരു പ്രാവശ്യങ്ങളും കഴിക്കാത്ത സാധനമല്ല. അതെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പം നോക്കാം എന്താണെന്നുള്ളത്. പൗഡെടുക്കുക, ഇവിടെ എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പാത്രം എടുക്കുക. എൻ്റെ മുളക് പൊടിയുടെ പാത്രത്തിൽ മുളക് പൊടി കഴിഞ്ഞു കേട്ടോ. എന്തായാലും പാത്രം ഒരു പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ കഴുകിയിടും. അപ്പോൾ എന്തായാലും കഴുകാം. ഇതിൽ പിള്ള മുളക് പൊടി ഇങ്ങനെ എടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി കഷ്ടി എടുത്ത് ഞാനൊരു സാധനം കൂടി എടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ടു. ഓക്കെ, അതിരുന്നോട്ടെ. ഈ പണി എന്താ വെച്ചാൽ വെളിച്ചെണ്ണ പാത്രമാണ്, അതിൽ വെളിച്ചെണ്ണ ഇല്ല. അപ്പോൾ ഞാൻ എനിക്ക് ബന്ധമുണ്ടാവും അറിയില്ല. 1 ടീസ്പൂണിലേക്ക് എടുക്കാം. യെസ്, ഇതിലെടുക്കാം. പോവാതിരിക്കണേ, വെളിച്ചെണ്ണ നിറയുണ്ട്, ഭയങ്കര വിലയാണ്. ഓക്കെ, കറക്റ്റ്. ഇതിരിക്കാണ്ട് ഒഴിച്ചു. 1 ടീസ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് അതിന് പതുക്കെ ഇത് വളരെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മാത്രമാണ് ഉണ്ടാക്കിയാണ്. പിന്നെ വീഡിയോഗ്രാഫർക്ക് വേണമെങ്കിൽ അവനും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. നന്ദുവാണ്. ഓക്കെ, ഇനിയുള്ള അപ്പോൾ ഇനി ഞാൻ ഇതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇതെല്ലാവർക്കും ഒരു കൊതി വരും. അതാണ് ചെറിയ പിസർത്താണ്. സൂപ്പർ. പുളി, എരിവും ഉപ്പും അടിപൊളി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഈ സമയത്ത് മാങ്ങ കിട്ടുന്ന സമയമാണ്. ഇതിന് വലിയ കാശ് ചിലവൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ സാധനം. അപ്പം മാങ്ങ വീട്ടിലില്ലാത്തവരാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയിട്ട്, അതായത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കാശൊക്കെ അത് കിട്ടില്ലല്ലോ, സോറി, പുറത്തുനിന്ന് ഈ സാധനം പോയി വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും വേണം. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടമാനം കഴിച്ചിട്ടുള്ള സാധനമാണ് അല്ലേ. മാവിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് വീണത് എടുത്ത് കഴിക്കാൻ കഴുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ എടുത്ത് കഴിച്ച ശീലമുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒന്ന് കഴിപ്പിക്കുക. ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.